റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യപ്രതികൾ കസ്റ്റഡിയിൽ. മുഖ്യ ഏജന്റ് റഷ്യൻ പൗരത്വമുള്ള മലയാളി സന്ദീപ് തോമസ്, സഹായി സുമേഷ് ആന്റണി, തയ്യൂർ സ്വദേശി സിബി എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. കൊച്ചിയിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് ഇവരെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. റഷ്യയിൽ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിനെയും സന്ദീപ് ചന്ദ്രനെയും ഉൾപ്പെടെ നിരവധി പേരെ റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലേക്ക് എത്തിച്ച കേസിലെ പ്രതികളെയാണ് ശനിയാഴ്ച പുലർച്ചെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിന്റെ ഭാര്യ ജോയ്സി ജോൺ, മോസ്കോയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യന്റെ പിതാവ് കുര്യൻ എന്നിവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. 2024 ഏപ്രിൽ 6-നാണ് കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രനും ബിനിൽ ബാബുവും ഉൾപ്പെടെ 6-അംഗ സംഘത്തെ മോസ്കോയിൽ എത്തിച്ചത്. അലുമിനിയം ഫാബ്രിക്കേഷൻ, പ്ലംബിംഗ് ജോലികൾക്കെന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുപോയത്. 1.5 മുതൽ 2.5 ലക്ഷം രൂപ വരെ ഓരോരുത്തിൽ നിന്നും പ്രതികൾ വാങ്ങിയിരുന്നു. 2 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കുമെന്ന് പ്രതികൾ ഇവരോട് പറഞ്ഞിരുന്നത്. പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യന്റെ ബന്ധുവാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള സിബി. റഷ്യ സുരക്ഷിതമാണെന്ന് പറഞ്ഞ് ഇവരോട് ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത് സിബിയാണ്. മോസ്കോയിലെത്തി ദിവസങ്ങൾക്കകം സന്ദീപ് ചന്ദ്രൻ യുദ്ധമുഖത്ത് വെച്ച് കൊല്ലപ്പെട്ടു. തുടർന്ന് മനുഷ്യക്കടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ റിനിൽ തോമസ്, സന്തോഷ് ഷൺമുഖം, സിബി ബാബു എന്നിവരെ നാട്ടിലെത്തിച്ചു. കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിനും ജെയിൻ കുര്യനും നാട്ടിലെത്താൻ സാധിച്ചില്ല. ബിനിൽ ബാബു കൊല്ലപ്പെട്ടുവെന്ന് കുടുംബത്തിന് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചത് ജനുവരി 13-നാണ്. കൈരളി ന്യൂസ്, തൃശൂർ.